സുരേഷ് ഗോപി എം പി തൃശ്ശൂരിൽ കലുങ്ക് സംവാദം എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് ആ നാട്ടിലെ ആളുകളുടെ പ്രശ്നങ്ങൾ കേൾക്കുക, അവരുടെ പരാതികൾ കേൾക്കുക എന്നൊക്കെയുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് അത് നടത്താൻ വിചാരിച്ചിരുന്നത് എന്നാണ് അതിൻ്റെ പോസ്റ്ററുകളിൽ നിന്നും വാർത്തകളിൽ നിന്നും ഒക്കെ മനസ്സിലായത്. അപ്പം ആ സംവാദത്തിൽ ആളുകളെ അപമാനിക്കുക, കഴിഞ്ഞ ദിവസമാണ് കൊച്ചു വേലായുധൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ അപമാനിച്ച് പറഞ്ഞയച്ചത്. അദ്ദേഹത്തിന് പിന്നീട് CPM വീട് നൽകാമെന്നൊക്കെ പറഞ്ഞ് കണ്ടിരുന്നു. ആ സംഭവത്തെ സുരേഷ് ഗോപി ന്യായീകരിച്ചു എന്ന് മാത്രമല്ല, ഇന്ന് വൈകിട്ട് മറ്റൊരു സ്ത്രീയെ കൂടി, ഇതുപോലെ ഒരു സംശയവുമായി വന്ന ഒരു സ്ത്രീയെ കൂടി അപമാനിക്കുന്ന തരത്തിൽ സുരേഷ് ഗോപി ആ കലുങ്കിലിരുന്ന് സംസാരിക്കുന്നു എന്നുള്ളതാണ്. അജിംസ, അതിൻ്റെ ഒരു ഉദ്ദേശം, കലുങ്ക് സംവാദത്തിൻ്റെ ഉദ്ദേശം, അത് ഉദ്ദേശത്തോടെ എന്താണ് അവർ ഉദ്ദേശിച്ചത് അതുപോലെയല്ല അത് നീങ്ങുന്നതെന്നാണ് മനസ്സിലാകുന്നത്. സുരേഷ് ഗോപി വലിയ ഭൂരിപക്ഷത്തോടെ തൃശ്ശൂർ ജയിച്ചൊരു ആളാണ് എന്ന് മാത്രമല്ല, BJPയുടെ ചിരകാലാഭിലാഷമായ കേരളത്തിൽ നിന്നൊരു ലോക്സഭാ സീറ്റ് അത് നേടിക്കൊടുത്തൊരു മനുഷ്യനാണ്. അപ്പോൾ സുരേഷ് ഗോപി BJPയെ സംബന്ധിച്ച് വളരെ താരമൂല്യമുള്ള ഒരു സ്ഥാനാർത്ഥിയായിരുന്നു. ആ ഒരു വിജയം കൈവശപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ സുരേഷ് ഗോപിയെ സെല്ല് ചെയ്തുകൊണ്ട് തൃശ്ശൂർ പിടിച്ചു എന്നിരിക്കെ അദ്ദേഹം MP ആയതിനു ശേഷം അതെങ്ങനെ നിലനിർത്തുമെന്നുള്ളത് BJPയെ സംബന്ധിച്ച് വലിയൊരു ചലഞ്ചാണ്. അതിൻ്റെ ഒരു കാരണം, ഒന്ന്, സുരേഷ് ഗോപി രാഷ്ട്രീയക്കാരനല്ല. രാഷ്ട്രീയക്കാരെങ്ങനെയാണ് ജനങ്ങളോട് സംസാരിക്കുന്നത്, എങ്ങനെയാണ് പെരുമാറുന്നത്, എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നതെന്നും അദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹം ഇന്ന് പറഞ്ഞതുപോലെ ഇന്നൊരു വാർത്ത വന്നല്ലോ, കലുങ്ക് സംവാദത്തിനിടയ്ക്ക് അദ്ദേഹം ആ കൊച്ചു വേലായുധൻ എന്ന് പറയുന്ന മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് നിവേദനം വാങ്ങും. നിവേദനം കൈനീട്ടി വാങ്ങിയിട്ട് തിരിച്ചു കൊടുത്തിട്ട് പറയുന്നത് എൻ്റെ ജോലിയല്ല, നിങ്ങളത് BJP ഓഫീസിൽ കൊടുത്തിട്ട് MP ഓഫീസിലേക്ക് കൊടുക്കുന്നു. അങ്ങനെയാണ് ഒരു ജനം MP കൊടുക്കുന്ന നിവേദനം പാർട്ടി ഓഫീസിൽ കൊടുക്കുന്നത് എങ്ങനെയാണ്? അത് ആ രീതി പോലും അദ്ദേഹത്തിന് അറിയില്ല. എങ്ങനെയാണ് ഒരു MP നിവേദനം സ്വീകരിക്കുക, MPയോട് ജനങ്ങൾ എങ്ങനെയാണ് പരാതി പറയുക, ആ നിവേദനം എങ്ങനെയാണ് പരിഗണിക്കേണ്ടതെന്നും അദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹം പറയുന്നത് പാർട്ടി ഓഫീസിൽ കൊടുത്തിട്ട് MP ഓഫീസിലേക്ക് അയക്കണം എന്നാണ് പറയുന്നത്. അത് അദ്ദേഹത്തിന് അറിയാഞ്ഞിട്ടാണോ, ഇനി അതല്ല BJPക്കാർ അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കാത്തതാണോ നമുക്കറിയില്ല. ചിലപ്പോൾ BJPയുടെ തന്നെ ഐഡിയ ആവാം, പാർട്ടി ഓഫീസ് വഴി അത് ചാനൽ ചെയ്താൽ മതി, ഞങ്ങൾക്ക് നോക്കാമല്ലോ, അപ്പോൾ പാർട്ടിക്ക് നോക്കാമല്ലോ ഇത് എന്ത് പരാതിയാണ്, അങ്ങനെ ആവാനും വഴിയുണ്ട്, നമുക്കറിയില്ല അതിനെപ്പറ്റി. അപ്പോൾ കൊച്ചുവേലായുധന് അത് തിരിച്ചു കൊടുക്കുന്നതിൽ തന്നെ അദ്ദേഹത്തിന് രാഷ്ട്രീയം അറിയില്ല, അദ്ദേഹത്തിന് രാഷ്ട്രീയക്കാരനല്ല എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പം മറ്റൊരു കാര്യം, ഇന്ന് നമ്മൾ പോരുമ്പോൾ വരുന്നൊരു വാർത്ത, കരുവന്നൂർ സഹകരണ ബാങ്കിൽ നിക്ഷേപകയായ ഒരു സ്ത്രീ, വൃദ്ധയായ ഒരു സ്ത്രീയാണ്. അവർ ഈ കലുങ്ക് സംവാദത്തിനിടയ്ക്ക് ചോദിക്കുകയാണ്, ED വന്ന് കുറേ തുകകൾ ഫ്രീസ് ചെയ്ത് പോയല്ലോ, അപ്പോൾ ഞങ്ങളുടെ നിക്ഷേപം ഞങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നില്ല എന്ന് EDയിൽ പറഞ്ഞതൊന്ന് മേടിച്ച് തരാമോ എന്നോ മറ്റാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം പറയാണ്, അത് മുഖ്യമന്ത്രിയുടെ അടുത്ത് പോയി ചോദിക്കണം, എന്നോടല്ല ചോദിക്കേണ്ടത് എന്നൊക്കെയാണ്. അതായത് എങ്ങനെയാണ് തനിക്ക് വോട്ട് ചെയ്ത ആളോട് സംസാരിക്കേണ്ടത്. അതായത് ഇപ്പോൾ ED എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിനുള്ളൊരു സ്ഥാപനമാണ്. അപ്പോൾ അവർ ചോദിക്കുന്ന കാര്യം നടക്കില്ല എന്നുള്ളത് വേറെ കാര്യം. പക്ഷേ ആ വിഷയം എന്താണെന്ന് മനസ്സിലാക്കി. കാരണം ഈ കരുവന്നൂർ ബാങ്കിന് വേണ്ടി പദയാത്ര നടത്തിയ ആളാണ് സുരേഷ് ഗോപി, നമ്മൾ ഓർമ്മയുണ്ട്. അതൊരു മെയിൻ രാഷ്ട്രീയ വിഷയമായി ഉയർത്തിക്കൊണ്ടാണ് അദ്ദേഹം തൃശ്ശൂരിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. എന്നിട്ട് ആ ബാങ്കിൽ തട്ടിപ്പിനിരയായ, അല്ലെങ്കിൽ ആ ബാങ്കിൽ തട്ടിപ്പിനിരയായ ഒരു നിക്ഷേപക ആ വിഷയം ഉന്നയിക്കുമ്പോൾ അദ്ദേഹം പറയണത് മുഖ്യമന്ത്രിയോട് ചോദിക്കണം എന്ന് പറയണം. അപ്പോൾ അദ്ദേഹത്തിന് ഒന്നിലും അത് അറിയില്ല, എങ്ങനെയാണ് ഒരു അത്തരം സിറ്റുവേഷൻസിനെ കൈകാര്യം ചെയ്യേണ്ടതെന്ന് അദ്ദേഹത്തിന് അറിയില്ല. ഇവിടെ എനിക്ക് തോന്നുന്നൊരു കാര്യം, ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ തൃശ്ശൂർ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തൃശ്ശൂരുകാർക്കൊരു തെറ്റ് പറ്റി എന്നൊരു പെർസെപ്ഷൻ വ്യാപകമായി ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ ചിലപ്പോൾ ഒരുപക്ഷെ കോൺഗ്രസിൻ്റെയും CPMൻ്റെയും പ്രചാരണം അതിന് സഹായിച്ചിട്ടുണ്ടാവും. എന്ന് മാത്രമല്ല, സുരേഷ് ഗോപിയുടെ പ്രകടനവും അതിന് വലിയ സംഭാവന നൽകിയിട്ടുണ്ട്. അപ്പോൾ അതൊരു അബദ്ധമായിപ്പോയി, സുരേഷ് ഗോപിയെ തെരഞ്ഞെടുത്ത് ഒരു അബദ്ധമായിപ്പോയി. അവർ വോട്ടർമാർ പ്രതീക്ഷ ഒരു ഡെലിവറി ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല, അദ്ദേഹത്തിന് അറിയില്ല, പണി അറിയില്ല എന്നൊരു തോന്നൽ പൊതുവേ ഉണ്ട്. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ടായിരിക്കണം ഒരുപക്ഷെ ഈ കലുങ്ക് സംവാദം എന്ന പുതിയ പരിപാടിയായിട്ട് അദ്ദേഹം ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഈ കലുങ്ക് സംവാദത്തിന് അദ്ദേഹം എന്താ പറയുന്നത്, PM സടക്ക് യോജന വഴി 100 കോടി വന്നിട്ടുണ്ട്. അപ്പോൾ അതുവഴി നമ്മൾ ഗ്രാമീണ റോഡുകൾ നിർമ്മിക്കുകയാണ്. അത് ഞാൻ പാസ്സാക്കി എടുത്തിട്ടുണ്ട്. മറ്റേ ശിവരാജ് സിംഗ് ചൗഹാനാണ് അതിൻ്റെ മന്ത്രി, അദ്ദേഹത്തോട് പറഞ്ഞ് പാസ്സാക്കി എടുത്തിട്ടുണ്ട്. അതിൽ നിന്നൊരു പൈസമാരെ കൊണ്ട് വെട്ടിക്കാൻ സമ്മതിക്കില്ല, അത് കൃത്യമായിട്ട് അങ്ങനെയൊക്കെ. അതായത് 100 കോടി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ റോഡുകളെ സംബന്ധിച്ച് കടലിൽ കായം കലക്കുന്നൊരു തുകയാണ്. കേരളത്തിലെ സംസ്ഥാനത്തെ PWD എത്ര രൂപയാണ് ഒരു വർഷം കേരളത്തിലെ റോഡുകൾ പരിപാലിച്ച് സംരക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഉള്ള വിവരം പോലും സുരേഷ് ഗോപിക്കില്ല. 100 കോടി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഗ്രാമീണ സടക്ക് യോജന എന്തോ വലിയ സംഭവമാണെന്നാണ് അദ്ദേഹം വിചാരിക്കുന്നത്. അപ്പോൾ അതുപോലും അദ്ദേഹത്തിന് അറിയില്ല. 100 കോടി എന്ന് പറഞ്ഞാൽ വലിയൊരു തുകയാണ് കേരളത്തിൽ റോഡ് ഉണ്ടാക്കാൻ വേണ്ടി എന്ന് അദ്ദേഹം വിചാരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് തട്ടിയെടുക്കാൻ നിൽക്കുകയാണ്, അതിൽ നിന്ന് പണം തട്ടാൻ നോക്കി നിൽക്കുകയാണ് സംസ്ഥാന സർക്കാർ. അതിനെ സംരക്ഷിക്കുന്ന ഗാർഡിയനായി ഞാൻ നിൽക്കുന്നു. അതായത് അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ ഈ ഗവേണൻസിൻ്റെ ഒരു ABCD പോലും അറിയില്ല. അല്ലെങ്കിൽ ഈ ഗ്രാമീണ സടക്ക് യോജന പ്രകാരം നിർമ്മിക്കുന്ന റോഡുകൾ എന്ന് പറഞ്ഞാൽ പഞ്ചായത്തുകളാണ്. ഈ പണം നേർക്ക് പഞ്ചായത്തുകൾക്കാണ് പോവുക, തദ്ദേശ സ്ഥാപനങ്ങൾക്കാണ്. അത് എത്ര റോഡുകൾക്ക് വേണ്ടിയാണ് അത് ഉപയോഗിക്കുക, അതിന് എത്ര എസ്റ്റിമേറ്റ് ആവും, അത് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ തന്നെ എത്ര റോഡുകൾ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കാം എന്നൊരു സാമാന്യ ധാരണ അദ്ദേഹത്തിനില്ല.
അതിപ്പോൾ അദ്ദേഹത്തിൻ്റെ കുഴപ്പമല്ല, അദ്ദേഹത്തിൻ്റെ ഏരിയ അല്ല. അദ്ദേഹം പറയുന്ന പോലെ ഞാൻ സിനിമയിൽ നിന്ന് ഇറങ്ങുന്നില്ല, ഭരത് ചന്ദ്രന് ചങ്കൂറ്റമുണ്ടെങ്കിൽ എനിക്കും ചങ്കൂറ്റമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം ഇപ്പോഴും അതാണ് ആ നടനാണ്. അദ്ദേഹം അതാ വൃത്തിയായിട്ട്. ഞാൻ പറയട്ടെ, വ്യക്തിപരമായിട്ട് എനിക്കൊരു നടൻ എന്ന നിലയിൽ സുരേഷ് ഗോപിനെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അങ്ങനെ ഒരു നടൻ ഈ BJP പോലൊരു പാർട്ടിയിൽ രാഷ്ട്രീയം കളിക്കാൻ ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നമാണത്. അത് അദ്ദേഹം തന്നെ തിരിച്ചറിയുന്നുണ്ടോ, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവർ തിരിച്ചറിയുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. പക്ഷേ ഈ ഡാമേജ് കൺട്രോളിന് വേണ്ടി ഞാൻ മുമ്പ് പറഞ്ഞ ഇദ്ദേഹത്തെ തിരഞ്ഞെടുത്ത് അബദ്ധമായി പോയി എന്ന ആ ഒരു പെർസെപ്ഷൻ മാറ്റാൻ വേണ്ടിയുള്ള ആ ഡാമേജ് കൺട്രോളിന് വേണ്ടിയാണ് ഈ കലുങ്ക് സംവാദം നടത്തുന്നുണ്ടെങ്കിൽ ഈ കലുങ്ക് സംവാദം അതിലും വലിയ ഡാമേജാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളിൽ നമുക്ക് മനസ്സിലാവും. അതാണ് നിഷാദ്, പലയിടത്തും കണ്ടു കലിങ്ക് തള്ള്, ജനം തള്ളി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അത് പാടെ, അതായത് ഇതുവരെ ഉണ്ടായിരുന്ന, നേരത്തെ അജംസ് പറഞ്ഞതുപോലെ ജനങ്ങൾക്ക് പറ്റിപ്പോയി എന്നൊരു സാധനം പൊതുവേ എല്ലാവർക്കും ആ ഫീൽ ഉണ്ടെന്ന് തോന്നുന്നു. അത് കൂട്ടുന്ന തരത്തിലാണോ ഇപ്പോൾ സുരേഷ് ഗോപിയുടെ പോക്ക്? അത് സുരേഷ് ഗോപിക്ക് ഇപ്പം നേരത്തെ അജംസ് പറഞ്ഞാണ് ശരിയായ കാര്യം. അതായത് അദ്ദേഹം ഒരു പ്രായോഗിക രാഷ്ട്രീയക്കാരനല്ല. ഇപ്പോൾ രാഷ്ട്രീയക്കാരൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ മുമ്പിൽ വരുന്ന ഒരു നിവേദനം എന്നെക്കൊണ്ട് പരിഹരിക്കാൻ കഴിയാത്തതാണെങ്കിലും അത് സ്നേഹബുദ്ധിയാണ് വാങ്ങിച്ചു വെക്കുക എന്നുള്ള രാഷ്ട്രീയക്കാർ ചെയ്യുക. അവർക്കത് എത്ര നിവേദനം പരിഹരിക്കപ്പെടും. പക്ഷേ എല്ലാ നിവേദനവും അവർ വാങ്ങിക്കും. അതിപ്പോൾ ഐക്യരാഷ്ട്രസഭ പരിഹരിക്കേണ്ട ഒരു വിഷയമാണെങ്കിൽ പോലും ലോക്കൽ MLA അവിടെ വന്നാൽ അയാളത് വാങ്ങിക്കും. അതാണ് രാഷ്ട്രീയക്കാർ ചെയ്യേണ്ട കാര്യം. അതാണ് ജനങ്ങളോടുള്ള ഒരു കരുതൽ. തങ്ങളെ വിശ്വാസം അർപ്പിച്ച് വരുന്നൊരു മനുഷ്യനെ വാല്യൂ ചെയ്യുക എന്നാണ് അതിന് പറയുക. എന്നെക്കൊണ്ടങ്ങ് പറ്റില്ല പോകാൻ പറയുന്നത് ഒരർത്ഥത്തിലുള്ള അപമാനമാണല്ലോ. ഈ പറയുന്ന കൊച്ചുവേലായുധന് ഇത് കൊടുക്കുന്നു, എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറയുന്നു. വേറൊരാൾ പുറകെ നിൽക്കുന്നുണ്ട് നിവേദനമായിട്ട്. അയാൾ ഈ സുരേഷ് ഗോപിയുടെ ആറ്റിറ്റ്യൂഡ് കണ്ടിട്ട് ഇതെടുത്ത് പുറകിലേക്ക് മാറ്റി വെക്കും, കാരണം പോയി അപമാനിതനാവണ്ടല്ലോ എന്ന്. അപ്പോൾ അദ്ദേഹം ഒരു വലിയ ഹീറോയിക് ആക്ട് പോലാണ് ഈ സംഗതിയെ ഒഴിവാക്കി വിടുന്നത്. ഞാൻ പറയുന്നത് പൊളിറ്റിക്കൽ ലീഡേഴ്സായിട്ടുള്ള ആളുകൾ, ജനപ്രതിനിധികൾ, അവരുടെ ജസ്റ്റേഴ്സിന് പോലും വലിയ പ്രാധാന്യമുണ്ട്. നമ്മൾ പറയുമല്ലോ, പിണറായി വിജയൻ്റെ അടുത്ത് സെൽഫി എടുക്കാൻ പോയപ്പോൾ സമ്മതിച്ചില്ല എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്ന ആൾക്കാരാണ് ഈ കൂട്ടം എന്നോർക്കണം. അവരാണ് സുരേഷ് ഗോപിയുടെ ധീരമായ നടപടിയായിട്ട് പറയുന്നത്. നമുക്ക് BJPയുടെ ദേശീയ പേജുണ്ട്, ഒഫീഷ്യൽ പേജ് BJP ഫോർ ഇന്ത്യ. അതിനകത്ത് പോയപ്പോഴും കാണാം രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ അവരുടെ ജസ്റ്റേഴ്സിനൊക്കെ എടുത്ത് പലതവണ റിപ്പീറ്റ് എഡിറ്റിട്ടിട്ട് മ്യൂസിക് ഇട്ട് കളിയാക്കുന്നത്. കാരണം ഈ ജനങ്ങൾക്കിടയിൽ ഇറങ്ങി നിൽക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്നതും പറയുന്നതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഓഡിറ്റ് ചെയ്യപ്പെടും. രാഹുൽ ഗാന്ധി അവർക്ക് കളിയാക്കാം, ഇവിടെ സുരേഷ് ഗോപിയുടേത് കളിയാക്കാൻ പറ്റില്ല അല്ലെങ്കിൽ വിമർശിക്കാൻ പറ്റില്ല എന്ന് പറയുന്നതിൻ്റെ ഇരട്ട യുക്തി തന്നെ നമ്മൾ കാണേണ്ട കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം ചോദിച്ചാൽ ആളുകളെ എങ്ങനെ വാല്യൂ ചെയ്യണം, വോട്ട് ചെയ്ത മനുഷ്യരെ എങ്ങനെ മാനിക്കണം എന്നതിനെക്കുറിച്ച് വ്യക്തതയില്ലാത്തതോ അറിയാത്തതോ അതിൻ്റെ ഒരു മികവില്ലാത്തതിൻ്റെ പ്രശ്നമാണ് അത്. പിന്നെ അദ്ദേഹം ആലോചിക്കുന്നത് ഇവിടെ ഇപ്പോൾ നിൽക്കുമ്പോൾ ഈ പഞ്ചായത്ത് BJPയുടെ കയ്യിലാണോ, അല്ലെങ്കിൽ ഇവന്മാരെ ഒന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല എന്ന മട്ടിലാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഈ പഞ്ചായത്ത് നമ്മൾ ജയിച്ചിട്ടില്ല, ഇറങ്ങിപ്പോകും പറയുന്നുണ്ട്, അടുത്ത തവണ പഞ്ചായത്ത് ഇങ്ങോട്ട് തന്നേക്ക്, എല്ലാം തിരിച്ച് ഞങ്ങൾ തരാം എന്ന് പറയുന്നുണ്ട്. പഞ്ചായത്ത് തന്നാലേ തരൂ. എന്നിട്ട് ആദ്യം അദ്ദേഹം ഒരു വിശദീകരണക്കുറിപ്പ് എഴുതുന്നുണ്ട്. എൻ്റെ അടുത്ത് ഒരാൾ വന്നപ്പോൾ ഞാൻ പരിശോധിച്ചു. ഇപ്പം ഇന്ന് പറഞ്ഞല്ലോ, ഇന്നൊരു സ്ത്രീ വന്ന് ചോദിക്കുന്നുണ്ട്, ഈ കരുവന്നൂർ ബാങ്കിലെ പൈസ എടുത്തു തരാൻ സഹായിക്കണം, മുഖ്യമന്ത്രിയോട് പറയൂ എന്ന് പറഞ്ഞു. അവിടെ മുഖ്യമന്ത്രിയോട് പോയി പറയാൻ വേണ്ടി എനിക്ക് പറ്റുമോ സാറേ എന്ന് ചോദിച്ചപ്പം, എന്നാൽ പിന്നെ എൻ്റെ നെഞ്ചത്തോട്ട് കയറ്, എന്നാൽ ഇതിൻ്റെ മറുപടി ഇങ്ങനെയാണോ ജനത്തോട് മറുപടി പറയേണ്ടത്? ആരായി ജനമെന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിനേക്കാൾ മുകളിലുള്ള ആളാണ്. അപ്പോൾ നിങ്ങളല്ലേ ഞങ്ങളുടെ കേന്ദ്രമന്ത്രി? ഞാൻ നിങ്ങളുടെ കേന്ദ്രമന്ത്രിയല്ല, രാജ്യത്തിൻ്റെ കേന്ദ്രമന്ത്രിയാണ്. എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥം? എന്താ ഇദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്നത്? രാജ്യത്തിൻ്റെ കേന്ദ്രമന്ത്രി എന്ന് പറഞ്ഞാൽ ജനമായിട്ട് അതിന് ബന്ധമൊന്നുമില്ലേ? പിന്നെ വേറെ ഏതെങ്കിലും രാജ്യത്തിൻ്റെ കാര്യം നോക്കാനാണോ? അപ്പോൾ ഈ പറയുന്ന ലോജിക്ക് ഇല്ലാത്ത കാര്യങ്ങൾ സിനിമയിൽ എഴുതി വെക്കുന്ന ഡയലോഗുകൾ പലതും അർത്ഥം അറിയാതെ ഇങ്ങനെ ഡെലിവറി ചെയ്ത പരിചയം കാണും. അപ്പോൾ അദ്ദേഹം പറയാം, ഞാൻ നിങ്ങളുടെ കേന്ദ്രമന്ത്രിയല്ല, രാജ്യത്തിൻ്റെയാണ്. രാജ്യം പിന്നെ തൃശ്ശൂരിന് പുറത്തുള്ള ഒരു സ്ഥലമാണെന്നാണ് എൻ്റെ സംശയം. എന്നിട്ട് ഇദ്ദേഹം ഇവരെ ഇങ്ങനെ ആക്ഷേപിക്കുകയാണ്. എന്നിട്ട് കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു കുറിപ്പ് എഴുതിയേക്കുന്നുണ്ട്, എൻ്റെ മുമ്പിൽ ആൾക്കാർ വന്നു, അപ്പോൾ ഞാൻ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഞാൻ ആരോടും വാഗ്ദത്തം ചെയ്യാറില്ല. ഭവന നിർമ്മാണം ഒരു സംസ്ഥാന പദ്ധതിയാണ്, കേന്ദ്രത്തിൻ്റെ നേരത്തൊന്നും ചെയ്യാനില്ല, അതുകൊണ്ടാണ് ഞാൻ ഇടപെടാതിരുന്നത്. അത് വലിയ ഉപകാരമായി. കാരണം ഈ കേരളത്തിൽ ഉണ്ടാക്കുന്ന മുഴുവൻ ഭവന നിർമ്മാണവും കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നത് പിണറായി വിജയൻ പടം മാറ്റി ഒട്ടിച്ച് വിതരണം ചെയ്യുകയാണെന്ന് പ്രചരണം നടത്തുന്ന ആൾക്കാരാണ് ഇവർ. ഇപ്പോൾ അദ്ദേഹം സമ്മതിക്കുന്നു ഈ ഭവന നിർമ്മാണമെല്ലാം സംസ്ഥാനത്തിൻ്റെതാണ്. അത് ശരി, വലിയ ഉപകാരം, സമ്മതിച്ചല്ലോ, അത് സമ്മതിച്ചു. രണ്ടാമത്തേത്, സിസ്റ്റമാറ്റിക്കായിട്ട് ഞാൻ എല്ലാം ചെയ്യും, സിസ്റ്റത്തിന് പുറത്ത് ഞാൻ ഒന്നും ചെയ്യില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം തൃശ്ശൂരിലെ ഒരു പള്ളിയിൽ മേരി മാതായുടെ ശിരസിൽ കൊണ്ടുപോയി ഒരു സ്വർണ്ണ കിരീടം വെച്ചു. അത് സിസ്റ്റത്തിനകത്തും ചെയ്തതാണോ? സ്വന്തം പോക്കറ്റിൽ പൈസ എടുത്ത് ചെയ്തതാണല്ലോ. തൃശ്ശൂർ ജയിക്കാൻ വേണ്ടി അദ്ദേഹം കയ്യിൽ നിന്ന് പൈസ എടുത്ത് എവിടെല്ലാം ചിലവാക്കിയിട്ടുണ്ട്, ആർക്കെല്ലാം സഹായം ചെയ്തിട്ടുണ്ട്, ആരെയെല്ലാം പോയി കാണുകയും വണങ്ങുകയും ചെയ്തിട്ടുണ്ട്, അതെല്ലാം സിസ്റ്റമാണോ? അപ്പോൾ അദ്ദേഹത്തിന് അന്ന് അവിടെ ജയിക്കണമായിരുന്നു. അപ്പോൾ അദ്ദേഹം സിസ്റ്റം നോക്കിയിട്ടില്ല. ജയിച്ച് മന്ത്രിയായി കഴിഞ്ഞപ്പോൾ സിസ്റ്റത്തിന് പറ്റില്ലെങ്കിൽ ഞാൻ നിങ്ങളെ ഓടിക്കും എന്ന നിലയെടുക്കുകയാണ്. എന്തോ ഇരട്ടത്താപ്പാണിത്, എന്താ അപഹാസ്യമായ നിലപാടാണ്. സിസ്റ്റത്തിന് പുറത്തൊന്നും ചെയ്യാത്ത ആളാണത്രേ സുരേഷ് ഗോപി ചെയ്തത് മുഴുവൻ സിസ്റ്റത്തിന് പുറത്തൂടായിരുന്നു, പറയുന്നത് മുഴുവൻ സിസ്റ്റത്തിന് പുറത്തൂടാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ് സിസ്റ്റമായിട്ട്. അപ്പോൾ ആൾക്കാർ ഇത് കേൾക്കുകയല്ലേ, ആൾക്കാർ ഇത് മനസ്സിലാക്കുകയല്ലേ, സിസ്റ്റത്തിന് പുറത്ത് ചെയ്യാത്ത ആൾ. അപ്പോൾ അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി, ഇത് പാളി.
കാരണം ഇയാളെ ആക്ഷേപിച്ച് വിട്ടത് പാളി. CPIM അവിടെ വന്ന് അയാൾക്ക് വീട് വെച്ച് കൊടുക്കുമെന്ന് സമ്മതിക്കുകയും ചെയ്തു. ഇന്ന് പറയാണ് ഞാൻ കൂടുതൽ ആളുകളെ പാർട്ടി ഓഫീസിലേക്ക് അയക്കും, അവർക്കെല്ലാം വീട് വെച്ച് കൊടുക്കണമെന്ന്. അപ്പോൾ ഇദ്ദേഹം വിചാരിക്കുന്നത് ഇതൊക്കെ എന്തോ ഒരു മാസ് ഡയലോഗാണെന്ന്. കുറേ ആൾക്കാരുണ്ടാവും കേട്ടോ ഇതിലെല്ലാം വന്ന് ലൈക്ക് ചെയ്യാൻ. അപ്പോഴത്തെ 1 മണിക്കൂർ കൊണ്ട് ഒരു 4000 ലൈക്കൊക്കെ കിട്ടും. അവിടെ പുള്ളിയുടെ ഉദ്യമം വിജയിച്ചു എന്ന മട്ടാണ്. ഒരു വ്യക്തീകരണം എന്നാണ് അതിൻ്റെ ഒരു അദ്ദേഹത്തിൻ്റെ വിശദീകരണത്തിൻ്റെ തലവാചകം തന്നെ ഒരു വ്യക്തീകരണം എന്നാണ്. അപ്പോൾ ഞാൻ ഒരു 1.5 ദിവസം ആലോചിച്ചു ഈ വാക്കിൻ്റെ അർത്ഥം എന്നാണ്. വിശദീകരണമെന്നോ വ്യക്തമാക്കലെന്നോ എന്താണ് ഉദ്ദേശിച്ചത്, എന്നാലും കൊള്ളാം. അപ്പോൾ ഇതിൽ അദ്ദേഹം പറയുന്ന എന്നുള്ളത് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ സംഭവിച്ചായിരിക്കും. അതാണ് സ്വന്തമായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തതാണ്. അതായാലും ട്രാൻസ്ലേറ്റർ കൊടുത്തായിരിക്കാൻ വഴിയില്ല. അപ്പോൾ എന്തായാലും കൊള്ളാം. ഇത് അദ്ദേഹത്തിന് ഇത് തിരിച്ചടിയാവുന്നുണ്ട്. ജനങ്ങളെ ഇൻസൾട്ട് ചെയ്താൽ അത് പ്രശ്നമാണെന്ന് മനസ്സിലാക്കലാണ് ആദ്യം വേണ്ടത്. ബാക്കി അദ്ദേഹത്തിൻ്റെ പൊസിഷനും രാഷ്ട്രീയവും അദ്ദേഹത്തിൻ്റെ പരിമിതികൾ, അദ്ദേഹത്തിൻ്റെ നിയമപരമായ പരിമിതികൾ, മന്ത്രി എന്നുള്ള പരിമിതി, അതൊക്കെ വിടാം. ജനത്തെ നിങ്ങൾ ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല. കാരണം ജനം നിങ്ങളുടെ അടുത്ത് വരുന്നത് പ്രതീക്ഷയോടെയാണ്. അവരോട് പണ്ടൊരിക്കൽ പറഞ്ഞ ഓർമ്മയുണ്ട്, MP ഗോവിന്ദന് കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. എന്തുകൊണ്ട് MP ഗോവിന്ദന് കൊടുക്കാൻ ഇദ്ദേഹത്തിന് കൊടുത്തപ്പോൾ? കാരണം ആ ദേഷ്യമാണത്. ഈ പഞ്ചായത്ത് ഞങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും തരില്ല ഒരു രാജാവ് വന്നിരിക്കുന്നു എന്ന് വന്നിരിക്കുകയാണ്. പണ്ടൊക്കെ നമ്മുടെ ഇപ്പോഴും പറയുമല്ലോ, ഒരുമാതിരി കലിങ്ങിൽ നിന്ന് വർത്താനം പറഞ്ഞ പോലത്തെ വളിപ്പ് പറയുന്നു. അതിനകത്ത് സമാനമായ സ്വഭാവത്തിലേക്ക് അത് മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഗുണമാണ് ഉണ്ടാക്കുന്നതെന്ന് എനിക്കൊന്നും BJPയുടെ മറ്റു നേതാക്കന്മാർക്ക് മനസ്സിലാവുന്നുണ്ടാവും കേട്ടോ. ഇദ്ദേഹത്തിൻ്റെ ഒരു PR ടീമിന് മാത്രമേ ഇത് പിടികിട്ടാത്തുള്ളൂ. BJPയുടെ ഗ്രൗണ്ടിൽ പണിയെടുക്കുന്ന കുറേ കാലമായി കേരളത്തിൽ പ്രവർത്തിച്ചിരുന്ന BJP ലീഡേഴ്സിനൊക്കെ ഇത് മനസ്സിലാവുന്നുണ്ടായിരുന്നു. ഈ പോക്ക് നല്ല പോക്കല്ല പോകുന്നത് അവർക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഇദ്ദേഹത്തിന് മനസ്സിലാക്കാൻ പറ്റില്ല. ഇദ്ദേഹത്തിന് അവരുമായിട്ട് ആക്സസും ബന്ധമൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഡെസ്റ്റിനേഷൻ, അദ്ദേഹത്തിൻ്റെ ഒരു ക്ലൈമാക്സ് പോയിന്റിലേക്ക് അദ്ദേഹം തന്നെ നടന്നെത്തട്ടെ എന്നാണ് ഞാൻ പറയാം.